വി എസിനെ പോലെ മാധ്യമങ്ങളുടെ പരിലാളന കിട്ടിയ വേറൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല. മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ ഇത്രയധികം ലാളിക്കാൻ കാര്യം എന്താ? പിണറായിക്കെതിരെയുള്ള ഒരു ഫോഴ്സ് എന്നുള്ളത് എനിക്ക്, പിണറായി ഈ മാധ്യമങ്ങളെ അധികം അടുപ്പിക്കുകയില്ല. അദ്ദേഹത്തിന് അവരെ ഡീൽ ചെയ്യാൻ അറിയില്ല. അറിയാത്തതുകൊണ്ട് ആ പണിക്ക് അദ്ദേഹം പോകാറുമില്ല. അപ്പോൾ നാച്ചുറലി ഇവർക്ക് പിണറായിയോട് അത്ര ഒരു തൃപ്തിയൊന്നുമില്ല. അതുകൊണ്ട് അവർ വി എസിന് എല്ലാ നന്മകളുടെയും പ്രതീകമാണ് വി എസ്, തിന്മകളുടെ പ്രതീകം പിണറായി വിജയൻ. പിന്നെ സി പി എമ്മിനെതിരെ എന്നുള്ളൊരു ഭാഗം കൂടെയുണ്ട്. പാർട്ടിക്കെതിരെ വരുമല്ലോ, ഇത് പുറത്തു വരുമ്പം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അച്ചടക്കത്തിനെതിരെയാണ്, പാർട്ടിക്കെതിരെയാണ് പറഞ്ഞു വരുമ്പോൾ. അതാണ് എൻ്റെ ശരി. അല്ല, ഇന്നത്തെ മനോരമ പത്രത്തിൽ വി എസിനെതിരെ എടുത്ത നടപടികൾ 1966 രക്തദാനത്തിനെടുത്ത നടപടി അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. അകത്ത് ശാസിച്ചത്, പുറത്ത് ശാസിച്ചത്, പോളിറ്റ് ബ്യൂറോ ഇന്ന് മാറ്റിയത്, ആളത് ചെയ്ത് വിളിച്ചത് എല്ലാം ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായിയെയും അങ്ങനെ ചെയ്ത് കാണും. ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ പാലക്കാട് സമ്മേളനത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് മറ്റുള്ളവരെ വെട്ടിമാറ്റി. രവീന്ദ്രനാഥ്, ലോറൻസ്, ഇതുപോലെയുള്ളവർ അന്ന് ഇവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തെറ്റുന്നു. തെറ്റിക്കഴിഞ്ഞപ്പോൾ വി എസ് ദിവ്യനാകുന്നു, പിണറായി മോശക്കാരനാകുന്നു. അത് വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് പിണറായിയുടെ ഒരു കഴിവ്. പിന്നെ പ്രായവും പിണറായിയുടെ കൂടെയായിരുന്നു. വി എസിന് പ്രായമായി. കൂടെയുള്ളവരൊക്കെ മെല്ലെ മറുപക്ഷത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അപ്രസക്തരായി പോവുകയോ ഒക്കെ ചെയ്തു. പാർട്ടിയിൽ അന്നും ഇന്നും ഈ ഭരണമാതിരി പാർട്ടി നേതാക്കളൊന്നും വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് വി എസിൻ്റെ ലെഗസി തുടർന്ന് പിണറായിയുമായിട്ട് യുദ്ധത്തിന് തയ്യാറാവുന്ന ആ ടൈപ്പ് ആൾക്കാരൊന്നും വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വി എസ് ചെറുത്ത് പിടിച്ചു എന്നൊക്കെ പറയുന്നവർ ഈ പറഞ്ഞ പാവം കെ എം ഷാജഹാൻ, ജോസഫ് സി മാത്യു, ശക്തിധരൻ, ഈ പേരുകളൊക്കെ ഷാജഹാൻ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. എനിക്കിവരൊന്നും പരിചയമില്ല. അപ്പോൾ ഇവരൊക്കെയാണ്. ഇവർ ഒരു രാഷ്ട്രീയ ഫോഴ്സ് അല്ലല്ലോ, പേഴ്സണൽ ഉപദേഷ്ടാക്കളാവാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് പാർട്ടിയിൽ എന്താ അവർക്ക് സ്വാധീനം? അപ്പോൾ ഇതെല്ലാം വി എസിനെ തളർത്തി എന്ന് വേണം പറയാൻ. അതിൻ്റെ കൂടെ പ്രായവുമായി. അതുകൊണ്ട് കറക്റ്റ് റീഡിങ് എം.എൻ. വിജയൻ്റെയാണ്. പരാജയം ഭക്ഷിച്ച് ജീവിച്ചൊരു മനുഷ്യൻ. അതൊരു കുറവായിട്ട് കാണേണ്ട, അങ്ങനെയും മനുഷ്യരുണ്ട്. അവരും നിറഞ്ഞതാണ് ഈ ലോകം. അതുകൊണ്ട് വി എസിന് ഞാൻ എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.